ഫാക്ടിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഇപ്പോൾ 2025 ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരു രാജ്യം 2055 ജീവിക്കുന്നു. അതായത് കൃത്യം 30 വർഷത്തോളം അഡ്വാൻസ്ഡായി ജീവിക്കുകയാണ്. അതെ, ഞാൻ തമാശ പറഞ്ഞതല്ല. റോബോട്ടുകൾ സാധാരണ മനുഷ്യരെ പോലെ കാണാൻ സാധിക്കുന്ന, ട്രെയിനുകൾ ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആവാത്ത, എന്തിന് ടോയ്ലറ്റുകൾക്ക് വരെ നിങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു ലോകം. ആ ലോകത്തിന്റെ പേരാണ് ജപ്പാൻ. എന്തുകൊണ്ടാണ് ഈ രാജ്യം ഇത്രയധികം വ്യത്യസ്തമാവുന്നത്? എങ്ങനെയാണ് അവർ ലോകം കണ്ട ഏറ്റവും വലിയ തകർച്ചയിൽ നിന്ന് ഇന്നത്തെ അത്ഭുതമായി മാറിയത്? അവരുടെ ടെക്നോളജിക്ക് പിന്നിലെ രഹസ്യം എന്താണ്? ഈ ടെക്നോളജിക്കിടയിലും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സംസ്കാരം അവർ എങ്ങനെ ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു സൂക്ഷിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇന്നത്തെ ജപ്പാന്റെ തിളക്കമാർന്ന ജീവിതം പറയുന്നതിന് മുൻപ് നമ്മൾ ആ രാജ്യത്തിന്റെ ഏറ്റവും ഇരുണ്ട ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അതായത് ഒരുപാട് വർഷങ്ങൾ പിറകോട്ടേക്ക്. കൃത്യമായി പറഞ്ഞാൽ 1945 രണ്ടാം മഹായുദ്ധസമയം. യുദ്ധത്തിൽ തകർന്നു തരിപ്പണമായ ഒരു രാജ്യം. ലോകം ആദ്യമായി കണ്ട 2 അണുബോംബുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും പതിച്ചപ്പോൾ ജപ്പാൻ അക്ഷരാർത്ഥത്തിൽ ചാരമായി മാറി. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു, നഗരങ്ങൾ ഇല്ലാതായി, രാജ്യത്തിന്റെ അഭിമാനം പൂർണ്ണമായും തകർന്നു. ലോകത്തിന്റെ മുന്നിൽ അവർ പരാജയപ്പെട്ടു. ആ സമയത്ത് ആരെങ്കിലും ഈ ചാരത്തിൽ നിന്ന് ജപ്പാൻ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക സാങ്കേതിക ശക്തിയായി മാറുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകം അവരെ നോക്കി ചിരിക്കുമായിരുന്നു. പക്ഷേ അവിടെയാണ് ജപ്പാൻ എന്ന ജനതയുടെ ഇച്ഛാശക്തി നമ്മൾ കാണുന്നത്. അവർ തളർന്നില്ല. ഗമൻ എന്നൊരു വാക്ക് ജപ്പാനിലുണ്ട്. സഹിക്കാൻ കഴിയാത്തതിനെ ക്ഷമയോടെയും അന്തസ്സോടെയും സഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരൊറ്റ വാക്കിൻ്റെ കരുത്തിൽ അവർ ഒന്നിച്ചു നിന്നു. സർക്കാർ, വ്യവസായികൾ, സാധാരണ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. ജപ്പനീസ് ഇക്കണോമിക് മിറാക്കിൾ എന്ന് ലോകം പിന്നീട് വിശേഷിപ്പിച്ച ആ അത്ഭുതകരമായ വളർച്ചയുടെ തുടക്കം അതായിരുന്നു. അവർ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. മെയ്ഡ് ഇൻ ജപ്പാൻ എന്നത് ഗുണമേന്മയുടെ പര്യായമായി മാറി. വെറും 19 വർഷങ്ങൾക്കു ശേഷം 1964 ടോക്കിയോ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചു. ചാരത്തിൽ നിന്ന് തങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഇതിലൂടെ ജപ്പാൻ ലോകത്തോട് പറയാതെ പറയുകയായിരുന്നു. ആ ഒളിമ്പിക്സിനു വേണ്ടിയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനായ ഷിൻകാൻസെൻ അവർ നിർമ്മിച്ചത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് ജപ്പാൻ ഇന്നത്തെ ഈ ഫ്യൂച്ചറിസ്റ്റിക് രൂപത്തിലേക്ക് കുതിച്ചത്. നമുക്ക് അവരുടെ ടെക്നോളജിയുടെ ലോകത്തേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഒന്നാമതായി ട്രാൻസ്പോർട്ടേഷൻ. ജപ്പാനിലെ ട്രെയിനുകളെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. പ്രത്യേകിച്ച് ഷിൻകാൻസെൻ അഥവാ ബുള്ളറ്റ് ട്രെയിൻ. മണിക്കൂറിൽ 320 കിലോമീറ്ററിലധികം വേഗതയിൽ പോകുന്ന ഈ ട്രെയിനുകളിൽ സഞ്ചരിക്കുമ്പോൾ അത് വെറും ഒരു യാത്രയല്ല, അതൊരു അനുഭവമാണ്. ഏറ്റവും പ്രധാനം അതിൻ്റെ കൃത്യനിഷ്ഠയാണ്. ഒരു വർഷത്തെ ശരാശരി താമസ സമയം 1 മിനിറ്റിൽ താഴെയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു വർഷം മുഴുവൻ ഓടുന്ന ആയിരക്കണക്കിന് ട്രെയിനുകളുടെ ശരാശരി ഡിലേ 1 മിനിറ്റിൽ താഴെ. അതുമാത്രമല്ല, 50 വർഷത്തിലധികം സർവീസ് നടത്തിയിട്ടും ഷിൻകാൻസെൻ കാരണം ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് ജാപ്പനീസ് എഞ്ചിനീയറിംഗ് ശക്തി. ഇപ്പോൾ അവർ മണിക്കൂറിൽ 600 കിലോമീറ്റർ വേഗതയിലുള്ള മാഗ്നറ്റിക് എവിറ്റേഷൻ ട്രെയിനുകളുടെ പണിപ്പുരയിലാണ്. അക്ഷരാർത്ഥത്തിൽ വായുവിൽ പറക്കുന്ന ട്രെയിനുകൾ. ഇനി നഗരങ്ങളിലേക്ക് നോക്കിയാൽ, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനായ ടോക്കിയോയിലെ ഷിൻജുക്കു സ്റ്റേഷൻ. ദിവസം 35 ലക്ഷത്തിലധികം ആളുകളാണ് ഈ സ്റ്റേഷനിലൂടെ കടന്നുപോകുന്നത്. എന്നിട്ടും എല്ലാം ഒരു ക്ലോക്ക് വർക്ക് പോലെ കൃത്യമായി നടക്കുന്നു. സങ്കീർണമായ സബ്വേ നെറ്റ്വർക്കുകൾ, എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയ ബോർഡുകൾ, യാത്ര എളുപ്പമാക്കുന്ന സ്വീക്ക പാസ്മോ കാർഡുകൾ, തിരക്കേറിയ സമയങ്ങളിൽ ആളുകളെ ട്രെയിനിനുള്ളിലേക്ക് തള്ളിവിടാൻ സഹായിക്കുന്ന ഓഷിയ എന്ന ഉദ്യോഗസ്ഥർ പോലുമുണ്ട്. അടുത്തത് ജപ്പാൻ ഓട്ടോമേഷൻ ടെക്നിക്. ജപ്പാനിൽ നിങ്ങൾ എവിടെ തിരിഞ്ഞാലും ഒരു വെൻഡിംഗ് മെഷീൻ കാണും. തണുത്ത വെള്ളവും ചായയും മാത്രമല്ല, ചൂടുള്ള നൂഡിൽസ്, സൂപ്പ്, ഐസ്ക്രീം, ഫ്രഷ് മുട്ട, കുട, ടീഷർട്ട്, എന്തിന് ചിലയിടങ്ങളിൽ കാറുകൾ വരെ വെൻഡിംഗ് മെഷീനുകൾ വഴി വിൽക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ കുറവായതുകൊണ്ടും ആളുകൾക്ക് എപ്പോഴും തിരക്കായതുകൊണ്ടുമാണ് ഈ വെൻഡിംഗ് മെഷീൻ സംസ്കാരം അവിടെ വളർന്നത്.
പിന്നെ കോൺബിനി അഥവാ കൺവീനിയൻസ് സ്റ്റോറുകൾ. ഇത് നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പോലെയല്ല. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഈ സ്ഥലങ്ങൾ ഒരു മിനി ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാം, ബില്ലുകൾ അടയ്ക്കാം, പാക്കേജുകൾ അയക്കാം, ATM ഉപയോഗിക്കാം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. എന്തിന്, ഫ്രഷായി ഉണ്ടാക്കിയ ഉച്ചഭക്ഷണം വരെ ഇവിടെ കിട്ടും. ഇനി റോബോട്ടിക്സിലേക്ക് കടക്കാം. ജപ്പാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന വാക്കാണ് റോബോട്ട്. വ്യവസായശാലകളിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും റോബോട്ടുകൾ അവിടെ ഉണ്ട്. നാഗാസാക്കിയിലെ ഹെന്ന ഹോട്ടൽ ലോകത്തിലെ ആദ്യത്തെ റോബോട്ട് സ്റ്റാഫ് ഹോട്ടലാണ്. നിങ്ങളെ ചെക്ക് ഇൻ ചെയ്യുന്നതും ബാഗ് റൂമിൽ എത്തിക്കുന്നതും എല്ലാം ഒരു റോബോട്ടുകളാണ്. പ്രായമായവരെ പരിചരിക്കാൻ സഹായിക്കുന്ന പാരോ എന്ന സീൽ മത്സ്യത്തിന്റെ രൂപത്തിലുള്ള റോബോട്ടുകൾ, റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം വിളമ്പുന്ന റോബോട്ടുകൾ, ഓട്ടിസം ബാധിച്ച കുട്ടികളുമായി സംവദിക്കുന്ന റോബോട്ടുകൾ. ലിസ്റ്റ് എങ്ങനെ നീളുന്നോ? ഇത് ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം കൂടുന്ന ജപ്പാന്റെ ഒരു ആവശ്യകതയും കൂടിയാണ്. അതുപോലെ ജപ്പാൻ ടോയ്ലറ്റുകൾ ലോക പ്രശസ്തമാണ്. ചൂടുള്ള സീറ്റുകൾ, വെള്ളം ചീറ്റിക്കുന്ന ബീഡേ ഫംഗ്ഷനുകൾ, ഡ്രയർ, ദുർഗന്ധം വലിച്ചെടുക്കുന്ന ഫാനുകൾ, നിങ്ങൾ ഇരിക്കുമ്പോൾ പ്രൈവസിക്കായി പാട്ട് വയ്ക്കുന്ന ഫീച്ചറുകൾ. ഒരു ടോയ്ലറ്റിൽ ഇത്രയധികം ടെക്നോളജിയോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ടെക്നോളജിയുടെയും റോബോട്ടുകളുടെയും കഥ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ജപ്പാന്റെ പഴയ സംസ്കാരമെല്ലാം എവിടെ പോയി എന്നല്ലേ? അവിടെയാണ് ജപ്പാൻ നമ്മളെ വീണ്ടും ഞെട്ടിക്കുന്നത്. ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഒരു ബാലൻസ് ജപ്പാനിലുണ്ട്. അൾട്രാ മോഡേൺ ലോകവും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പാരമ്പര്യവും തമ്മിലുള്ള ഒരു അപൂർവ സംഗമം. ടോക്കിയോയിലെ ഷിബുയ ക്രോസിംഗിലെ ലക്ഷക്കണക്കിന് ആളുകളുടെയും നിയോൺ ലൈറ്റുകളുടെയും തിരക്കിൽ നിന്ന് വെറും അരമണിക്കൂർ യാത്ര ചെയ്താൽ നിങ്ങളെത്തുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഷിൻഡോ തേക്ഷത്തിന്റെ ശാന്തതയിലേക്കായിരിക്കും. ഒരു വശത്ത് റോബോട്ടുകൾ ചായ ഉണ്ടാക്കുമ്പോൾ മറുവശത്ത് സാഡോ എന്നറിയപ്പെടുന്ന പരമ്പരാഗത ചായ സൽക്കാരം ഒരു കലയായി കൊണ്ടു നടക്കുന്ന ആളുകളെ കാണാം. അവരുടെ പ്രകൃതിയോടുള്ള സ്നേഹം നോക്കൂ. വസന്തകാലത്ത് സക്കുറ അഥവാ ചെറി പൂക്കൾ വിടരുന്നത് ഒരു നാടീയ ആഘോഷമാണ്. ആളുകൾ കുടുംബമായും സുഹൃത്തുക്കളായും പാർക്കുകളിൽ ഒരുമിച്ചു കൂടി ഹനാമി അഥവാ പൂക്കളെ നോക്കിയിരിക്കൽ എന്ന ആഘോഷത്തിൽ പങ്കുചേരും. അതേസമയം ഈ പൂക്കൾ എപ്പോൾ വിടരുമെന്ന് ദിവസങ്ങളുടെ കൃത്യതയോടെ പ്രവചിക്കാൻ അവർ സാറ്റലൈറ്റ് ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിക്കുന്നു. അതാണ് ടെക്നോളജിയും പാരമ്പര്യവും തമ്മിലുള്ള ആ പാലം. ഇവിടെയാണ് വാബി സാബി എന്ന ജാപ്പനീസ് സങ്കല്പത്തിന് പ്രസക്തി. അപൂർണതയിലും അശ്വരതയുമായ കാര്യങ്ങളിൽ സൗന്ദര്യം കണ്ടെത്തുക എന്നതാണിത്. അതുപോലെ കിൻസുഗി എന്നൊരു കലയുണ്ട്. പൊട്ടിയ മൺപാത്രങ്ങളെ സ്വർണം ഉപയോഗിച്ച് ഒട്ടിച്ചു ചേർക്കുന്ന രീതി. ഒരു പാത്രം പൊട്ടിയാൽ അത് വലിച്ചെറിയുന്നതിനു പകരം അതിൻ്റെ പൊട്ടലുകളെ സ്വർണം കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് അതിനെ കൂടുതൽ മനോഹരവും മൂല്യവുമുള്ളതുമാക്കുന്നു. ചരിത്രത്തെയും കേടുപാടുകളെയും ആഘോഷിക്കുന്ന ഈ ചിന്ത എല്ലാം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്ന ടെക്നോളജിയുടെ ലോകത്ത് ഒരു വലിയ പാഠമാണ്. അപ്പോൾ എന്താണ് ഈ അത്ഭുതങ്ങൾക്കെല്ലാം പിന്നിലെ രഹസ്യം? അത് അവരുടെ ചിന്താരീതിയിലും സാമൂഹിക ജീവിതത്തിലുമുണ്ട്. കൈസൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. തുടർച്ചയായ മെച്ചപ്പെടുത്തൽ എന്നാണിതിനർത്ഥം. ടൊയോട്ട പോലുള്ള വലിയ കമ്പനികൾ മാത്രമല്ല, ഓരോ സാധാരണക്കാരനും അവരുടെ ജീവിതത്തിൽ ഈ തത്വം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. ഇന്നലത്തേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ഇന്ന്. അതുപോലെയാണ് ഷൊക്കുനിൻ എന്ന ആശയം. താൻ ചെയ്യുന്ന ജോലിയിൽ അതെത്ര ചെറുതാണെങ്കിലും പൂർണ്ണമായ ആത്മാർപ്പണത്തോടെ ഒരു വൈദഗ്ധ്യം നേടുക. ഒരു സുഷി ഉണ്ടാക്കുന്ന ഷെഫായാലും ഒരു വാൾ നിർമ്മിക്കുന്ന ആശാരിയായാലും അവർ ചെയ്യുന്നത് വെറുമൊരു ജോലിയല്ല, അതൊരു കലയാണ്, ഒരു തപസ്സാണ്. കൂട്ടായ്മയുടെ സംസ്കാരം വളരെ വലുതാണ്. വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ അവർ സമൂഹത്തിന്റെ നന്മയ്ക്ക് വില കൽപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ ശുചിത്വബോധം. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് ശേഷം ജാപ്പനീസ് ആരാധകർ സ്റ്റേഡിയം വൃത്തിയാക്കി മടങ്ങുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ചെറിയ ക്ലാസുകൾ മുതൽ കുട്ടികളെ അവരുടെ സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ പഠിപ്പിക്കുന്നു. ഓസോജി എന്ന ഈ ശീലം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ജപ്പാൻ എന്നത് പാരമ്പര്യവും പുരോഗതിയും, ശാന്തതയും ബഹളവും, പ്രകൃതിയും ടെക്നോളജിയും, കൂട്ടായ്മയും ഒറ്റപ്പെടലും എല്ലാം അവിടെയുണ്ട്. അതൊരു രാജ്യം മാത്രമല്ല, മനുഷ്യന്റെ ഇച്ഛാശക്തിക്കും ഭാവനയ്ക്കും അതിരുകളില്ല എന്നതിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ജപ്പാൻ. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഭാവിയെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു ജനതയുടെ കഥയാണ് ജപ്പാൻ്റേത്. അടുത്ത തവണ നിങ്ങളൊരു മെയ്ഡ് ഇൻ ജപ്പാൻ ഉൽപ്പന്നം കാണുമ്പോൾ അതിനു പിന്നിൽ വെറുമൊരു ഫാക്ടറി മാത്രമല്ല, കൈസന്റെയും ഷൊക്കുനിന്റെയും ഗമന്റെയും ഒരു വലിയ സംസ്കാരമുണ്ടെന്ന് ഓർക്കുക. ജപ്പാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലേറ്റവും വലുതിതാണ്, ഭൂതകാലത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയെ ധൈര്യമായി വാർത്തെടുക്കാൻ കഴിയും. ശരിക്കും
ഭാവിയുടെ ഒരു നേർക്കാഴ്ച. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.